ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്രഷിൻ്റെ സ്റ്റേജസ് ആണ്. പൊതുവെ 5 സ്റ്റേജസ് ആണ് ഉള്ളത്. ഇതിൽ 4 സ്റ്റേജസും എല്ലാവർക്കും വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ചിലർക്ക് 5ാമത്തെ സ്റ്റേജും അടിപൊളിയായിരിക്കും, എങ്കിൽ ചിലർക്കൊക്കെ 4ാമത്തെ സ്റ്റേജ് വരെ ആയിരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഗേൾസ് ആണെങ്കിൽ ബോയ്സിനെ കാണുമ്പോഴും ബോയ്സ് ആണെങ്കിൽ ഗേൾസിനെ കാണുമ്പോഴും അവർക്ക് ആദ്യം തന്നെ ഒരു താല്പര്യം തോന്നുകയാണ് ചെയ്യുന്നത്. രണ്ടുപേരും കൂടി സംസാരിച്ച് അവരൊരു ഐ കോണ്ടാക്റ്റ് ഒക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. രണ്ടുപേർക്കും തോന്നും സംതിങ് സ്പെഷ്യലാണ്, ഇവൻ എനിക്ക് സംതിങ് സ്പെഷ്യലാണ്, അല്ലെങ്കിൽ അവൾ എനിക്ക് സംതിങ് സ്പെഷ്യലാണ് എന്ന് തോന്നുന്ന ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിലായിരിക്കും. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ആകാംക്ഷയാണ്. അവൻ എന്നോട് സംസാരിച്ചു, അല്ലെങ്കിൽ അവൾ എന്നോട് സംസാരിച്ചു, അവൻ എന്നോട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ അവൾക്ക് എന്നോട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവുമോ, അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബോയ്സ് ആണെങ്കിൽ ഗേൾസിൻ്റെയും ഗേൾസ് ആണെങ്കിൽ ബോയ്സിൻ്റെയും പ്രൊഫൈൽ പിക്സ്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്തിട്ട് പ്രൊഫൈൽ പിക്സ് ഒക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു ടൈമിലായിരിക്കും അവരുടെ ക്യാരക്ടർ എന്താണെന്ന് ആലോചിക്കുക. ഭാവിയിൽ കല്യാണമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഹാപ്പിയായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റുമോ, എൻ്റെ ഫാമിലിനെ അവൻ എങ്ങനെ കാണും, അല്ലെങ്കിൽ അവൾ എൻ്റെ ഫാമിലിനെ നന്നായിട്ട് നോക്കുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റേജിലൂടെ ആയിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് ഇതിൽ നല്ലൊരു പങ്കുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമോ FB ഇതിലെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവരെടുത്ത് നോക്കിക്കൊണ്ടേയിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കാണുന്നതൊക്കെ ഒരു മായയായിട്ട് തോന്നുക എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും അവരെ ഓർക്കും, എന്ത് കണ്ടാലും അവരെ ആയിരിക്കും ആദ്യമേ ഓർക്കുക. ഇപ്പോൾ ആകാശത്തിലെ മേഘത്തിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ ഇങ്ങനെ പറന്ന് നടക്കുക, അങ്ങനെയൊക്കെ തോന്നും. മേഘത്തിൽ കൂടെ ചാടി ചാടി നടക്കുക, അങ്ങനെ എന്ത് കണ്ടാലും ഒരു വണ്ടറായിട്ടായിരിക്കും അവർക്ക് ഫീൽ ആകുന്നത്. ഒരു ഫ്ലവർ കാണുകയാണെങ്കിൽ അപ്പോൾ ആലോചിക്കും, ഈ ഒരു ഫ്ലവർ അവൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് കാണുമ്പോൾ വിചാരിക്കും ഈ ചോക്ലേറ്റ് ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ വാങ്ങിക്കോ. ഇങ്ങനെ എന്ത് കണ്ടാലും ഒരു വണ്ടർ, ഒരു ആകാംക്ഷയായിട്ടായിരിക്കും ഈ ഒരു സ്റ്റേജിൽ തോന്നുക. നിങ്ങളും അവരെയും കൂടി എപ്പോഴും ഒരു സ്വപ്ന ലോകത്തായിരിക്കും. നിങ്ങൾ അവരെയായിട്ടൊരു സ്വപ്ന ലോകത്തിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുകയായിരിക്കും ഈ സ്റ്റേജിൽ ചെയ്യുന്നത്. അവരൊന്ന് ചിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോകം കീഴടക്കിയ ഒരു സന്തോഷം, അതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലുണ്ടാവുക. എന്ത് നെഗറ്റീവ് കാര്യമാണെങ്കിലും, അതിപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് അതൊക്കെ പോസിറ്റീവായിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ തോന്നത്തുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് ഈ ഒരു സ്റ്റേജിലൂടെ പോകുമ്പോഴായിരിക്കും. 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഷെയറിങ് ആണ്. നിങ്ങൾക്ക് ഒരു കുട്ടീനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്രഷിനെ ഇഷ്ടപ്പെടാനുള്ള ആ ഒരു കാര്യം, ആ ഒരു ഇഷ്ടപ്പെട്ട ഒരു നിമിഷം, അവരുടെ ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ്, പിന്നെ അവരുടെ ചിരി, അവരുടെ കണ്ണ്, അവരെക്കുറിച്ചിട്ടുള്ള ഒരു വർണ്ണന തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യും. അവരെ കാണുമ്പോൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഫ്രണ്ട്സിനോട് ചോദിച്ച് മനസ്സിലാക്കി വെക്കുന്നതൊക്കെ ഈ ഒരു ഷെയറിങ്ങിൻ്റെ ഒരു സ്റ്റേജിലായിരിക്കും. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ്, 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, അവരുമായിട്ട് നിങ്ങൾ ഫാൾ ഇൻ ലവ്, നിങ്ങൾ അവരുമായിട്ട് പ്രണയത്തിലാകുന്ന ആ ഒരു നിമിഷം, നിങ്ങൾ അവരെ പ്രൊപ്പോസ് ചെയ്യുന്ന ഒരു സമയമാണ് 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് അവരെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ലോകം കീഴടക്കിയ ഒരു സന്തോഷം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. അതാണ് നമ്മുടെ 5ാമത്തെ സ്റ്റേജ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേജ് കൂടി ഉണ്ട്. അത് അത്രയ്ക്ക് രസമുള്ളൊരു സ്റ്റേജ് അല്ല, ആർക്കും തന്നെ റിജക്ഷനാണ്. ആ ഒരു കുട്ടി ചിലപ്പോൾ പറയും, അയ്യോ ഞാൻ നിങ്ങളെ ഫ്രണ്ടായിട്ടാണ് കണ്ടത്, എനിക്കങ്ങനെ കാണാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ റിലേഷൻഷിപ്പിൽ ആണ്. ഇങ്ങനെ പറയുന്ന ഒരു നിമിഷം ഒട്ടുമിക്ക ആൾക്കാരുടെ ലൈഫിലേക്ക് ഉണ്ടാവാറുണ്ട്. അതായിരിക്കും അവരുടെ ലൈഫിലെ ഏറ്റവും വിഷമമേറിയ ഒരു ഘട്ടം എന്ന് പറയുന്നത്. എന്നാലും ആദ്യത്തെ 4 സ്റ്റേജസ് ആയിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ മൈൻഡിന് ഹാപ്പി കിട്ടുന്ന ഒരു സമയം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു പാർട്ട്ണറെ കണ്ടുപിടിച്ചതെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.